പുറത്ത് മഴയുണ്ടോ, കോട്ട് എടുക്കണോ എന്നൊരു കോള് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ തുടങ്ങി മഴ, ഇതുവരെ ഇല്ലാതൊരു മഴ. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ എന്നിട്ടാലും അന്ന് മഴയായിരിക്കും. അപ്പോൾ കോട്ടൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യുന്നത് പമ്മൂനെയാണ് കേട്ടോ. നല്ല മഴയാണ്. ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണാനാണ് പോകുന്നത്. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സുരേഷ് ചേട്ടൻ്റെ കടയിൽ കയറിയിട്ട് മുട്ട ബജ്ജിയും ചായയും കുടിച്ചു. മുട്ട ബജ്ജി വിട്ടിട്ട് പിന്നെ ഒരു കളിയില്ലല്ലോ. വിശന്നാലും വിശപ്പില്ലെങ്കിലും മുട്ട ബജ്ജിയാണ്. മഴ കാണിക്കാനായിട്ട് എടുത്ത വീഡിയോ ആണിത്. അങ്ങനെ ഓടി പഠിച്ച് ചായയും കുടിച്ചിട്ട് നേരെ ഇറങ്ങിയത്. ഈ മഴ തോരുന്നൊരു ലക്ഷണമില്ല. ഞാൻ അവളെ വിളിച്ച്, എടി പുറത്ത് മഴയുണ്ടോ, ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അത്രയും ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയ മഴയാണ്. പിന്നെ ഈ മഴയത്ത് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലെ വിഷ്വൽസ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഭയങ്കര രീതിയിലൊക്കെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെയാണ് കിട്ടിയത്. കുഴപ്പമില്ല, ഇങ്ങനെയെങ്കിലും കിട്ടിയല്ലോ. നമുക്ക് 7 മണിക്കാണ് സിനിമ. വനിതയിലാണ് നമ്മൾ ഒരുവിധം ഓടി പടച്ച് അവിടെ എത്തിയിട്ടുണ്ട്. സൂ ഫ്രം സൂ ആ പടം കാണാനാണ് നമ്മൾ കയറിയത്. കുറേ നാൾ കൊണ്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും നല്ല പോലെ ചിരിച്ച് എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു. പിന്നല്ലേ ഇതിന്റെ ടൈറ്റിൽ എടുക്കാൻ ഭയങ്കര രസമായിരുന്നു. ടൈറ്റിൽ ഇപ്പൊ തുടങ്ങും പറഞ്ഞ് നോക്കിയിരുന്നിട്ട് സിനിമ തുടങ്ങിയത് അറിഞ്ഞില്ല. നൈസായിട്ട് പതിയെ സിനിമയും തുടങ്ങി, സൈഡിൽ കൂടെ ടൈറ്റിലും കാണിച്ചു. വീഡിയോ ഓൺ ആയതുകൊണ്ട് മാത്രം ആ ടൈറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഈ തിരക്ക് മാറട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നിട്ട് ചായ കുറച്ച് ലേറ്റായി മേടിക്കും. ചായ മേടിച്ച് കൈ വെച്ചിട്ട് സൈഡിലോട്ട് നോക്കിയപ്പം ഇങ്ങനെ ഒരു എഴുത്തോടുണ്ട്, ചായ ഉള്ളി കയറ്റാൻ പാടില്ല എന്ന്. ദൈവമേ, പിന്നെ ഒരുവിധം ചായ കുടിച്ചെന്ന് പറയാം, കുടിച്ചില്ല, വായിലോട്ടൊന്ന് മുട്ടിച്ചിട്ട് ബാക്കി കളഞ്ഞു. കാരണം അപ്പോഴത്തേക്ക് സിനിമ തുടങ്ങി. നമ്മൾ കയറിയപ്പോൾ തന്നെ സിനിമ തുടങ്ങി. പക്ഷെ ഇന്റർവെല്ലിന് ശേഷമുള്ള സീനുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ അവിടെ കയറിയിട്ട് കുറേ നേരം കുറേ ചിരിച്ചു. അങ്ങനെ ചിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് അപ്പം എടുത്ത വീഡിയോ ഒക്കെ അപ്പം തന്നെ അയച്ചു കൊടുക്കണം, അപ്പം തന്നെ എഡിറ്റ് ചെയ്യണം, അപ്പം തന്നെ ഇൻസ്റ്റയിൽ ഇടണം. അത് നിർബന്ധമാണ്. എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അവിടെ ഇരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാണിത്. ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് നമുക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു. പെട്രോൾ പമ്പിൽ പിന്നെ പെട്രോൾ അടിക്കാനാണല്ലോ പോണേ. പിന്നെ അവിടുന്ന് ഇറങ്ങി വരുന്നൊരു വീഡിയോ എടുത്ത് തരണേന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ നേരെ, അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10:30 ആയി സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക്. എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഓടി പാലാരിവട്ടത്തുള്ള വൃന്ദാവനിൽ കയറി. ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ നല്ല ഹോട്ടലിൽ കയറി കഴിക്കണം, വെജ് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് വിശപ്പുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞത് നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. നല്ല രസമുണ്ടായിരുന്നു. ചായയും കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോൾ സെറ്റ്. ഈ ഒരു എമൗണ്ട് ആയിട്ടുണ്ട് സാധനത്തിന്. പിന്നെ ഇതൊക്കെ നമ്മൾ പേ ചെയ്ത് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ തോന്നും കേട്ടോ. പിന്നെ നമ്മൾ കോട്ടൊന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഒരുവിധം ഓടി പഠിച്ച് 11 മണിക്ക് മുന്നേ നമ്മൾ റൂമിൽ കയറിയിട്ടുണ്ട്. ഈ കാറിനകത്ത്